ജൂൺ മാസത്തിൽ തിയേറ്ററുകളിലും ഡിജിറ്റലായും റിലീസാകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പക്ഷെ ഓർക്കുക, മിക്ക സിനിമകളുടെയും റിലീസ് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോ പതിവാണല്ലോ. ഇന്ന് അതായത് മെയ് 31 വരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ 30 അപ്കമിംഗ് മൂവീസ് ആൻഡ് സീരീസ് റിലീസിംഗ് ഇൻ ജൂൺ 2026. രാം ചരണിന്റെ പെഡ്ഡി എന്ന തെലുഗു ആക്ഷൻ പടം ജൂൺ 4 റിലീസ് ആവുന്നുണ്ട്. ബുച്ചി ബാബുസാനയാണ് ഈ പടത്തിന്റെ ഡയറക്ടർ. ജാൻവി കപൂർ ആണ് ഇതിൽ നായികയായിട്ട് വരുന്നത്. ശിവരാജ് കുമാർ, ജഗപതി ബാബു തുടങ്ങിയ പടത്തിലുണ്ട്. AR റഹ്മാനാണ് ഇതിന്റെ മ്യൂസിക്. വൻ ബജറ്റിൽ വരുന്ന ഒരു പടമാണ്. 3 മണിക്കൂറാണ് ഈ സിനിമയുടെ ലെങ്ത്. അന്ന് തന്നെ മാധുരി ദീക്ഷിത് നായികയായിട്ട് വരുന്ന ഹിന്ദി ക്രൈം ത്രില്ലർ മാ ബഹൻ എന്നൊരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. ഇനി ജൂൺ 5 കുറെ റിലീസുകളുണ്ട്. 5 നസ്ലിന്റെ മോളിവുഡ് ടൈംസ് റിലീസ് ആവുന്നത്. ഈ മാസം ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണിത്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന പടമാണിത്. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങൾ വരുന്നത്. ജേക്സ് ബിജോയ് ആണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. അതുപോലെ ഇതൊരു കമ്മിങ് ഓഫ് ഏജ് കോമഡി ഡ്രാമ ആണ് എന്നാണ് സൂചന. ഹോളിവുഡ് ആക്ഷൻ അഡ്വഞ്ചർ ഫിലിം മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് അന്ന് തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. നിക്കലാസ് ഗലസ്റ്റീൻ ആണ് ഇതിൽ നായകൻ ഹീമാൻ ആയിട്ട് വരുന്നത്. ഈ പടത്തിന്റെ മലയാളം ഡബിംഗിലാണ് ഉണ്ണി മുകുന്ദൻ നായകന് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ളത്. മലയാളം റിലീസ് തിയേറ്ററുകളിൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല. മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് മീഡിയ ഫ്രാഞ്ചൈസ് ബേസ്ഡ് ആയിട്ട് വരുന്ന സിനിമയാണ്. 1987 ഇതിന്റെ ഒരു ലൈവ് ആക്ഷൻ ഫിലിം അഡാപ്റ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന പടമാണിത്. കേപ്പ് ഫിയർ എന്നൊരു സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് ആപ്പിൾ TV പ്ലസിൽ ജൂൺ 5 തന്നെ റിലീസ് ആവുന്നുണ്ട്. മാർട്ടിൻ സ്കോർസേസി സംവിധാനം ചെയ്ത് 91 റിലീസായ കേപ്പ് ഫിയർ എന്ന സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള സീരീസ് തന്നെയാണിത്. ശരിക്കും ദി എക്സിക്യൂഷനേഴ്സ് എന്നൊരു നോവൽ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് 1991 അതിനും വർഷങ്ങൾക്ക് മുമ്പ് 1962 തന്നെ കേപ്പ് ഫിയർ എന്ന പേരിൽ ഇതേ പേരിൽ തന്നെ ആ കഥ സിനിമയായിട്ട് വന്നിട്ടുള്ളത്. ആ സെയിം കഥയെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ സീരീസും. ജയറാമും ഉർവശിയും വീണ്ടും പ്രധാന വേഷങ്ങളിൽ വരുന്ന ഒരു തമിഴ് കോമഡി ഡ്രാമ പരിമള ആൻഡ് കോ 5 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. 5 തന്നെ ഹോളിവുഡ് ഹൊറർ പാരഡി കോമഡി മൂവി സ്കേറി മൂവി ഈ ഫ്രാഞ്ചൈസിലെ 6ാമത്തെ സിനിമയാണ്. ഇത് റിലീസ് ആവുന്നുണ്ട്. പിന്നെ ബോബി ഡിയോളിന്റെ ഹിന്ദി ക്രൈം ത്രില്ലർ ബന്ദർ അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത പടമാണ്. ഇതിൽ ഇന്ദ്രജിത് സുകുമാരനും രാജ്ബി ഷെട്ടിയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. വേറൊരു ഹിന്ദി സിനിമയായ ഡേവിഡ് ധവാന്റെ ഹേ ജവാനി തോ ഇഷ്ക് ഹോന ഹേ ഇതെല്ലാം 5 തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആകും. ഇനി ജൂൺ 10 പോളിഷ് ക്രൈം ത്രില്ലർ മൂവി കളേഴ്സ് ഓഫ് ദ ഈവിൾ ബ്ലാക്ക് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. 2024 റിലീസായ കളേഴ്സ് ഓഫ് ഈവിൾ റെഡ് എന്നൊരു കിടിലൻ ക്രൈം ത്രില്ലർ പടം ഉണ്ടായിരുന്നു. അതിന്റെ സീക്വൽ ആണിത്. ഫസ്റ്റ് പാർട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു അത്. ഈ ജൂൺ 12 കുറെ റിലീസുകളുണ്ട്. സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത സൈഫൈ ത്രില്ലർ ഡിസ്ക്ലോഷർ ഡേ 12 റിലീസ് ആവുന്നുണ്ട്. എമിലി ബ്ലണ്ട്, ജോഷോ കോണർ തുടങ്ങിയ കിടിലൻ താരനിരാണ് നിരക്കുന്ന ഒരു സിനിമയാണ്. 2022 ശേഷം ഒരു സ്പിൽബർഗ് പടം വരുന്നതാണിത്. സോ ഇതും ഏറെ പ്രതീക്ഷയുള്ള ഒരു റിലീസാണ്. അന്ന് തന്നെ A24 ബ്ലാക്ക് റൂംസ് എന്നൊരു വേറെ ഇംഗ്ലീഷ് സൈഫൈ ഹൊറർ പടം റിലീസ് ആവുന്നുണ്ട്. ഇത് മെയ് ലാസ്റ്റ് റിലീസ് ആവേണ്ടതായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. ജൂൺ 12 പിന്നെ അത് മാറ്റിയതാണ്. ഇതും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിട്ടാണ് തോന്നിയത്. ഷാജി കൈലാസ്, ജോജു ജോർജ് ടീമിന്റെ വരവ് മലയാളം ആക്ഷൻ പടം അന്ന് തന്നെയാണ് റിലീസ് ആവുന്നത്. അർജുൻ അശോകൻ, സുകന്യ, സാനിയ അയ്യപ്പൻ, വാണി വിശ്വനാഥ് തുടങ്ങിയ ആൾക്കാരാണ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ഹോങ്കോങ്ങിൽ നിന്നുള്ള മാർഷൽ ആർട്സ് ആക്ഷൻ പടം ദ ഫ്യൂരിയസും ജൂൺ 12 തിയേറ്ററുകളിൽ റിലീസ് ആകുമെന്നാണ് കേട്ടത്. ഈ പടത്തെക്കുറിച്ച് ഗംഭീര റിപ്പോർട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ 12 തന്നെ 3 ഹിന്ദി പടങ്ങൾ കങ്കന റനാവത്ത് ഭാരത് ഭാഗ്യവിധാത, മനോജ് ബാജ്പേയിയുടെ ഗവർണർ ഇത് രണ്ടും തിയേറ്ററുകളിലും, രാഖ് എന്നൊരു ഹിന്ദി ത്രില്ലർ പടം ആമസോൺ പ്രൈം വീഡിയോയിലും 12 റിലീസ് ആവുന്നുണ്ട്. 18 ഹല്ലൻ കോബന്റെ മറ്റൊരു പുതിയ ക്രൈം ത്രില്ലർ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ വരുന്നുണ്ട്. സാം വർത്തിങ്ടൺ ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. ഐ വിൽ ഫൈൻഡ് യു എന്നാണ് സീരീസിന്റെ പേര്. 19 മലയാളം സിനിമയായ ബാലൻ റിലീസ് ആവുന്നത്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ്. റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ചില ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ പ്രദർശിപ്പിച്ച ശേഷമാണ് പടം തിയേറ്ററുകളിൽ എത്തുന്നത്. ജിത്തു മാധവനും ചിദംബരവും കൂടിയാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. സുഷിൻ ശ്യാമാണ് മ്യൂസിക്. ഗണപതി, ചന്തു സലിംകുമാർ പിന്നെ ഒരു കൊച്ചു പയ്യനാണ് ഇതിൽ മെയിൻ റോളിൽ വരുന്നത്. കൊറിയൻ സോംബി ഹൊറർ ആക്ഷൻ പടം കോളനി ജൂൺ 19 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. സാമന്തയുടെ തെലുഗു ആക്ഷൻ ഡ്രാമ മാ ഇന്ത്യ ബംഗാരവും 19 തന്നെയാണ് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നത്. ഹിന്ദി റൊമാൻസ് കോമഡി മൂവി കോക്ടെയിൽ 2, ഇംഗ്ലീഷ് ചിത്രമായ ടോയ് സ്റ്റോറി 5 ഇത് രണ്ടും 19 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. കൂടാതെ ആപ്പിൾ TV പ്ലസിൽ ഷുഗർ സീരീസിന്റെ സീസൺ 2 19 തന്നെ റിലീസ് ആകും. ഹൗസ് ഓഫ് ദ ഡ്രാഗന്റെ പുതിയ സീസൺ ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂൺ 21 സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അന്നാണ് ആദ്യത്തെ എപ്പിസോഡ് വരുന്നത്. മൊത്തം
8 എപ്പിസോഡ് ഇതിനുണ്ടായിരിക്കും. ഓരോ ആഴ്ചയുമായിട്ട് ഓരോ എപ്പിസോഡ് ഇറങ്ങും. അങ്ങനെ ഓഗസ്റ്റ് 9 അവസാനത്തെ എപ്പിസോഡ് റിലീസ് ആവുക. DC-യുടെ സൂപ്പർ ഹീറോ മൂവി സൂപ്പർ ഗേൾ ജൂൺ 26 തീയതിയാണ് റിലീസ് ആവുന്നത്. DC യൂണിവേഴ്സിലെ രണ്ടാമത്തെ പടമാണിത്. ആദ്യത്തെ പടം കഴിഞ്ഞ വർഷം റിലീസായ സൂപ്പർമാന് ശേഷം വരുന്ന സിനിമയാണ്. ഈ മാസം ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. മിലി ആൽകോക്ക് ആണ് ഇതിൽ ടൈറ്റിൽ റോളിൽ വരുന്നത്. മലയാളത്തിൽ നിന്നും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ പടം ഉയിർ ജൂൺ 26 തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. M. പത്മകുമാറാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. റോഷൻ മാത്യൂസ് ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. അർജുൻ ദാസ്, അന്നാബെൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച തമിഴ് കോമഡി ത്രില്ലർ കോൺ സിറ്റിയും ജൂൺ 26 തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. അന്ന് തന്നെ അഖിൽ അക്കിനേനി നായകനായിട്ട് വരുന്ന തെലുഗു ആക്ഷൻ പടം ലെനിൻ, അതുപോലെ ഇംഗ്ലീഷ് ഡ്രാമ മൂവി ദ ഇൻവൈറ്റ്, അക്ഷയ് കുമാറിന്റെ ഹിന്ദി ആക്ഷൻ കോമഡി വെൽക്കം ടു ദ ജംഗിൾ, പിന്നെ തമിഴ് ക്രൈം ത്രില്ലറായ ലക്ഷ്മികാന്തൻ കൊലൈ വഴക്ക്, ഈ പടങ്ങളെല്ലാം 26 തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസാകും. അപ്പോൾ ഇത്രയുമാണ് ജൂണിൽ റിലീസാവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും സിനിമ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ശരി എന്നാൽ.